ഞാൻ മുരളി മാഷ്, ഫിസിക്സിൻ്റെ അധ്യാപകൻ. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടി +1 സയൻസ് കോഴ്സ് തിരഞ്ഞെടുത്ത ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും 2020-21 വർഷത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കോവിഡിൻ്റെ വ്യാപനം മൂലം നിങ്ങളുടെ അഡ്മിഷനും ക്ലാസ്സുകളും ഒരുപാട് വൈകി. ഏതായാലും വിക്ടേഴ്സ് ചാനലിൽ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ആഴ്ചയിൽ 2 ദിവസം ഈ രീതിയിൽ ഫിസിക്സ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നന്നായി ശ്രദ്ധിക്കുക, പഠിക്കുക. വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമുക്ക് ആദ്യം എന്താ നോക്കേണ്ടത്? പരീക്ഷയുടെ ഘടനയല്ലേ? അതെ, ഫിസിക്സിൻ്റെ പരീക്ഷയെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. +1 +2 ക്ലാസ്സുകളുടെ ആകെ മാർക്കാണ് പരിഗണിക്കുക. പ്ലസ് ടു ക്ലാസ് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഫിസിക്സ് നിങ്ങൾക്ക് 200 മാർക്കിൻ്റെ പരീക്ഷയാണ് ആകെ ഉണ്ടാവുക. ഫിസിക്സ് 200 മാർക്കിലാണ്. അതിൽ +1 ക്ലാസ്സിൽ 80 മാർക്ക്, +2 ക്ലാസ്സിൽ 120 മാർക്ക്. രണ്ടും കൂടി 200. മനസ്സിലായില്ലേ? അപ്പോൾ +1 80 മാർക്കാണ്, ആകെ 80 മാർക്കാണ്. അതിൽ 20 മാർക്ക് സി ഒക്കെ മാഷന്മാർ ഇട്ട് തരുന്ന മാർക്കാണ്. 20 മാർക്ക്. 60 മാർക്ക് തിയറിക്ക് 60 മാർക്ക്. 30% പാസ്സാവാൻ വേണം. എത്ര? 18 മാർക്ക് പാസ്സാവാൻ. പാസ്സിന് വേണ്ടത് 18 മാർക്ക്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ 80 മാർക്കാണ്. 20 മാർക്ക് സി, 60 മാർക്ക് തിയറി പരീക്ഷ. ശ്രദ്ധിക്കേണ്ട കാര്യം, തിയറിയിൽ 18 മാർക്ക് കിട്ടാതെ നിങ്ങൾ ഫിസിക്സ് പാസ്സാവില്ല. തിയറി 18 മാർക്ക് നിർബന്ധമായും കിട്ടിയിരിക്കണം. നിങ്ങൾ 18 മാർക്ക് വാങ്ങാനല്ല ഇങ്ങോട്ട് വന്നേക്കുന്നത്, നല്ല മാർക്ക് വാങ്ങാനാണ്. ഓക്കെ. ഇനി +2 120 മാർക്കാണ്. +2 120 മാർക്കുണ്ട്. അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 20 മാർക്ക് സി, 60 മാർക്ക് തിയറി, പിന്നെ കൂടാതെ 40 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ കൂടി സെക്കൻഡ് ഇയർ ഉണ്ടാവും. 40 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ കൂടി സെക്കൻഡ് ഇയർ ഉണ്ടാവും. മൊത്തം 120 സെക്കൻഡ് ഇയർ. ആകെ മാർക്ക് 200 അവിടെയും തിയറിക്ക് പാസ്സാവാൻ 18 മാർക്ക് നേടേണ്ടതുണ്ട്. ഇതാണ് മാർക്കിൻ്റെ ഘടന. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ, ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇൻ യുവർ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ you will have 1 mark questions, 2 mark questions, 3 mark questions, 4 mark questions and 5 mark questions. 1, 2, 3, 4 and 5. 1 mark means objective questions, clear. 1 word answers, clear. 2 mark 1 or 2 sentences, answers in 1 or 2 sentences, clear. Then long answer type questions, 3 mark, 4 mark and 5 mark questions. എല്ലാത്തിനും ചോയ്സ് ഉണ്ടാവും. അതായത് നിങ്ങൾ 1 മാർക്കിന് 4 ഉത്തരങ്ങളാണ് എഴുതേണ്ടതെങ്കിൽ 5 or 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എക്സസ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അറിയുന്ന 4 മാത്രം എഴുതിയാൽ മതിയാവും. ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 4 മാത്രം എഴുതിയാൽ മതിയാവും. ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ചോയ്സും ഉണ്ടാവും. അപ്പോൾ ഫിസിക്സിൻ്റെ പരീക്ഷയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ക്ലിയർ. ഇനി നമുക്ക് ഫിസിക്സ് ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് ഇയർ ഫിസിക്സിന് 2 ടെക്സ്റ്റ് ഉണ്ട്. NCERT പാർട്ട് 1 പാർട്ട് 2. അത് കഴിയുന്നത്ര വേഗം വാങ്ങിക്കുക. ഒരു നോട്ട് ബുക്ക് ആവശ്യമാണ് നോട്ട്സ് എഴുതാൻ. ഞാൻ എല്ലാ പാർട്ടിനും നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പോൾ എടുക്കുന്ന പാർട്ട് നോട്ട്സ് 2 ദിവസത്തിനുള്ളിൽ അയച്ചു തരും. അപ്പോൾ നോട്ട് എഴുതാനായിട്ട് ഒരു ബുക്ക് വേണം, നോട്ട് ബുക്ക് വേണം. അപ്പോൾ ടെക്സ്റ്റും നോട്ട് ബുക്കും ഈ വർഷം ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ ജനറലായിട്ട് എത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് വിൽ ഗോ ടു ദ ആക്ച്വൽ പോർഷൻസ്. ക്ലിയർ.
ഫസ്റ്റ് ഓഫ് ഓൾ, physics. What is physics? We are going to study physics. നമ്മൾ പാഠത്തേക്ക് കടക്കുകയാണ്. വാട്ട് ഈസ് ഫിസിക്സ്? ഫിസിക്സ് എന്നാൽ എന്താണ്? ഫിസിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീലിംഗ് വിത്ത് നേച്ചർ ആൻഡ് ഇറ്റ്സ് ഫിനോമിനൻ. ഫിസിക്സ് ഡീൽസ് വിത്ത് നേച്ചർ ആൻഡ് ഇറ്റ്സ് ഫിനോമിനൻ. നേച്ചുറൽ ഫിനോമിന. കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞാൽ, ഫിസിക്സ് ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ദ ബേസിക് ക്ലാസ് ബിഹൈൻഡ് നേച്ചർ ആൻഡ് ഇറ്റ്സ് ഫിനോമിന. ഫിസിക്സിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുകളെയും അതിലെ പ്രതിഭാസങ്ങളെയും വിശദീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ലോസ് കണ്ടെത്തുക. യു ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ബേസിക് ലോസ് ബിഹൈൻഡ് നേച്ചർ ആൻഡ് ഇറ്റ്സ് ഫിനോമിനൻ. അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ, ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നതൊക്കെ ചില അടിസ്ഥാന നിയമങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. അല്ലേ? ദർ ആർ സം ലോസ് ബിഹൈൻഡ് ദ ഗെയിംസ് ലൈക്ക് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. ആ നിയമങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുള്ളൂ. ദ സെയിം മാനർ നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ നേച്ചറും അതുപോലെയാണ്. അവർ നേച്ചർ ആൾസോ ഇസ് ജസ്റ്റ് ലൈക്ക് ഗെയിം, ജസ്റ്റ് ലൈക്ക് എ ഗെയിം. ക്ലിയർ? ദർ ആർ സം ബേസിക് ലോസ് ബിഹൈൻഡ് our nature and its phenomena. And in physics, we try to find out the basic laws of nature and natural phenomena. Yes, that is physics. Physics is a vast branch of science. This സയൻസിൻ്റെ വലിയൊരു ശാഖയാണ്. To make its study simpler, we can classify physics into so many branches. Here, first we just inquire which are the important branches of physics. Branches of physics. ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. നമുക്ക് ഒന്ന് നോക്കാം. ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. മെക്കാനിക്സ്. മെക്കാനിക്സ് ഫിസിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ്. മെക്കാനിക്സ് എന്ന വാക്ക് ചലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെക്കാനിക്സ് മീൻസ് മോഷൻ. സോ വി ക്യാൻ സേ മെക്കാനിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് സ്റ്റഡിങ് അബൌട്ട് മോഷൻ. സ്റ്റഡി ഓഫ് മോഷൻ. മെക്കാനിക്സ് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷൻ. ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ശാഖയാണ് മെക്കാനിക്സ്. നിങ്ങൾ മെക്കാനിക്സിൽ യു മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് സോ മെനി തിങ്സ് ഇൻ മെക്കാനിക്സ് ഇൻ യുവർ ലോവർ ക്ലാസ്സസ്. അല്ലേ? ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലേ? V equal to U plus AT, S is equal to UT plus half AT square, V square sum U square plus 2AS. These are the equations of motion, 3 equations of motion. Like, you have laws of motion. Newton, like Newton's laws of motion by Newton. So mechanics is the study of motion here, about which you already know. നമുക്ക് മോഷൻ മെക്കാനിക്സ് കുറേ കാര്യങ്ങൾ ഓൾറെഡി അറിയുന്നതാണ്. മറ്റൊരു ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് ഹീറ്റ്, തെർമൽ ആദ്യത്തെ വാക്ക് തെർമോ ഹീറ്റ്. സ്റ്റഡി ഓഫ് ഹീറ്റ് ആസ് എ ഫോം ഓഫ് എനർജി. താപോർജ്ജത്തെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ശാഖയാണ് തെർമോഡൈനാമിക്സ്. സ്റ്റഡി ഓഫ് ഹീറ്റ് ആസ് എ ഫോം ഓഫ് എനർജി. ക്ലിയർ? ഹീറ്റ് ആസ് എ ഫോം ഓഫ് എനർജി. അല്ലേ? നിങ്ങൾ കേട്ടിട്ടാവും കുറേ കാര്യങ്ങൾ. ടെമ്പറേച്ചർ, അല്ലേ? ഊഷ്മാവ്. ഹീറ്റ് എനർജിയാണ്, ഹീറ്റ്. അല്ലേ? ഇതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന തെർമോഡൈനാമിക്സ് പഠിക്കുന്നത് നമ്മൾ ടെമ്പറേച്ചർ, ഹീറ്റ് തുടങ്ങിയവ. ഓക്കെ. അപ്പോൾ 2 ബ്രാഞ്ചായി, മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്. പിന്നെ
ഹീറ്റ് എനർജിയെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. മറ്റൊരു ഊർജ്ജ രൂപമാണ് ലൈറ്റ്, സ്റ്റഡി ഓഫ് ലൈറ്റ്, ഒപ്റ്റിക്സ് എന്ന് പറയും. സ്റ്റഡി ഓഫ് ലൈറ്റ്, പ്രകാശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് ഒപ്റ്റിക്സ്. നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും കുറേ കാര്യങ്ങൾ. റിഫ്ലക്ഷൻ അല്ലേ, പ്രതിഫലനം, റിഫ്രാക്ഷൻ, ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ, അപവർത്തനം അല്ലേ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പ്രകാശ വേഗത എത്രയാണ് വാക്വത്തിൽ കൂടി പ്രകാശം സഞ്ചരിക്കുന്ന വേഗത അല്ലേ. ലോകത്തിൽ ഒരു വസ്തുവിന് കിട്ടാവുന്ന പരമാവധി വേഗത പ്രകാശ വേഗതയാണ് അല്ലേ. 3 × 10⁸ മീറ്റർ/സെക്കൻഡാണ് വാക്വത്തിൽ. C = 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഒപ്റ്റിക്സ് അപ്പം 3 ശാഖയായി. ഇനി 4 അക്കൗസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സൗണ്ട് എനർജി, ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സ് ശാഖയാണ് അക്കൗസ്റ്റിക്. സ്റ്റഡി ഓഫ് സൗണ്ട്. ക്ലിയർ. പ്രധാനപ്പെട്ട മറ്റൊരു ബ്രാഞ്ചാണ് ഇലക്ട്രോമാഗ്നറ്റിസം, വിദ്യുത് കാന്തികത. എന്തായിരിക്കും ഇത്? സ്റ്റഡി ഓഫ് ചാർജുകൾ കേട്ടില്ലേ, മാഗ്നറ്റ്സ്. സ്റ്റഡി ഓഫ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സ്. ഇൻ ഇലക്ട്രോമാഗ്നറ്റിസം വി സ്റ്റഡി അബൌട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സ്. കാന്തങ്ങളെക്കുറിച്ചും ചാർജുകളെക്കുറിച്ചും കേട്ടില്ലേ. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, നോർത്ത് പോള്, സൗത്ത് പോള് അല്ലേ. ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. ലൈക്ക് പോൾസ്, അതുപോലെ ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്റ്റ്. ഇലക്ട്രോമാഗ്നറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുമാരെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. മൈക്കേൽ ഫാരഡേ അല്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചത് മൈക്കേൽ ഫാരഡേ. പിന്നെ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ വേറൊരു പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോമാഗ്നറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിസം വേറൊരു ബ്രാഞ്ചാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ് ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്. വേണമെങ്കിൽ രണ്ടായിട്ട് എഴുതാം, ആറ്റോമിക് ഫിസിക്സും ന്യൂക്ലിയർ ഫിസിക്സും ഒന്നിച്ചെടുത്തു. ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്. അപ്പോൾ എന്നാണ് ഇങ്ങനെ പറഞ്ഞത്, വാട്ട്സ് ആറ്റോമിക് സ്റ്റഡീസ് അബൌട്ട് അല്ലേ ആറ്റംസ് ആൻഡ് ന്യൂക്ലി അല്ലേ, സ്റ്റഡി ഓഫ് ആറ്റംസ് ആൻഡ് ന്യൂക്ലി, ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്. റുദർഫോർഡ്, തോംസൺ കേട്ടിട്ടില്ലേ, ചാഡ്വിക്ക് കേട്ടിട്ടുണ്ടാവും. ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്, സ്റ്റഡി ഓഫ് ആറ്റംസ് ആൻഡ് അല്ലേ ആറ്റോമിക് ന്യൂക്ലിയസ്. പിന്നെയുള്ളത് ഇലക്ട്രോണിക്സ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ് ഇലക്ട്രോണിക്സ്. നിങ്ങളുടെ കയ്യിലൊക്കെ ഇലക്ട്രോണിക് ഡിവൈസുകൾ, ഇലക്ട്രോണിക്സ് അല്ലേ. ഇലക്ട്രോണിക്സിനെ കുറിച്ച് നമുക്ക് സെക്കൻഡിൽ പഠിക്കാനുണ്ട്. ഇലക്ട്രോണിക്സ് അല്ലേ, ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും ഇലക്ട്രോണിക്സ്. മറ്റൊരു ബ്രാഞ്ച് ആസ്ട്രോണമി ആൻഡ് കോസ്മോളജി. ആസ്ട്രോണമി വാന നിരീക്ഷണം, സ്റ്റഡി ഓഫ് ഹെവൻലി ബോഡീസ് ഫൗണ്ട് ഇൻ ദ സ്കൈ. ആസ്ട്രോണമി അല്ലേ, സോളാർ സിസ്റ്റം, സൺ ആൻഡ് പ്ലാനറ്റ്സ്. പിന്നെ കോസ്മോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം അല്ലേ, എവല്യൂഷൻ ഓഫ് അവർ യൂണിവേഴ്സ്. കോസ്മോളജി സ്റ്റഡീസ് അബൌട്ട് ദ എവല്യൂഷൻ ഓഫ് യൂണിവേഴ്സ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫിസിക്സിൻ്റെ ബ്രാഞ്ചുകൾ. ഞാൻ 8 എഴുതിയിട്ടുണ്ട്. മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്,
ഒപ്റ്റിക്സ്, അക്കോസ്റ്റിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ആസ്ട്രോണമി ആൻഡ് കോസ്മോളജി. ക്ലിയർ? 8 ബ്രാഞ്ചുകൾ. അതിൽ ആദ്യത്തെ അഞ്ചെണ്ണം ഒരു ഗ്രൂപ്പായി എടുക്കാം. ഫസ്റ്റ് 5 വി ക്യാൻ ടേക്ക് ആസ് വൺ ഗ്രൂപ്പ്. വി കോൾ ദം ക്ലാസിക്കൽ ഫിസിക്സ്. ക്ലിയർ? ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം പഴയത്. ഈ ബ്രാഞ്ചുകളൊക്കെ തന്നെ പഴയ കാലത്ത് തന്നെ കണ്ടെത്തിയതാണ്. ദീസ് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് വർ ഡിസ്കവേർഡ് ബിഫോർ ദ ഇയർ 1900. 1900 മുമ്പ് തന്നെ കണ്ടെത്തിയ ബ്രാഞ്ചുകളാണ് ഈ പറഞ്ഞ 5 ക്ലാസിക്കൽ പഴയ ഫിസിക്സ്. പഴയ ഫിസിക്സ്. ബാക്കിയുള്ളതോ 6, 7, 8 വേറൊരു പേരാണ് മോഡേൺ ഫിസിക്സ്. പുതിയത് 1900 ശേഷമാണ്. 6, 7, 8 ബ്രാഞ്ചുകളിലെ പഠനമൊക്കെ മിക്കവാറും നടന്നത് 1900 ശേഷമാണ്. അതുകൊണ്ട് പുതിയ ഫിസിക്സ്. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സും മോഡേൺ ഫിസിക്സും രണ്ടുണ്ട്. ക്ലിയർ? നമ്മൾ പഠിക്കുന്നത് നമ്മുടെ +1, +2 കോഴ്സ് നമ്മൾ കവർ ചെയ്യുന്നത് മിക്കവാറും ക്ലാസിക്കൽ ഫിസിക്സാണ്. നമ്മുടെ പോർഷനിൽ 80% ഒരു 80-85% പഠിക്കുന്നത് ക്ലാസിക്കൽ ഫിസിക്സ്, പഴയതാണ്. ക്ലിയർ? പഴയ ക്ലാസിക്കൽ ഫിസിക്സ്. ക്ലിയർ? സെക്കൻഡ് ഇയർ വരുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് മോഡേൺ ഫിസിക്സ് പഠിക്കും. സെക്കൻഡ് ഇയറിൽ ഒരു പകുതി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മോഡേൺ ഫിസിക്സിലേക്ക് കടക്കുകയുള്ളൂ. ക്ലിയർ? യെസ്. ക്ലാസിക്കൽ ഫിസിക്സും മോഡേൺ ഫിസിക്സും ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഇയറിലേക്ക് വന്നാൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന പാഠങ്ങൾ മിക്കവാറും ഒരു 80% മെക്കാനിക്സ് എന്നാണ്. ക്ലിയർ? സ്റ്റഡി ഓഫ് മോഷൻ. പിന്നെ കുറച്ച് തെർമോഡൈനാമിക്സും ഫസ്റ്റ് ഇയർ നമുക്ക് പഠിക്കാനുണ്ട്. തെർമോഡൈനാമിക്സും മെക്കാനിക്സുമാണ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്. മറ്റൊന്നും കാര്യമായിട്ടില്ല. ക്ലിയർ? ബാക്കിയുള്ള ബ്രാഞ്ചൊക്കെ നമ്മൾ സെക്കൻഡ് ഇയറാണ് പരിചയപ്പെടുക. യെസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ.